السلام عليكم ورحمة الله وبركاته والحمد لله والصلاة والسلام على أشرف رسول الله وعلى كل والصحابة أجمعين أما بعد الله رب العزة തമ്പുരാൻ നമ്മുടെ സംഗമത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. കാഞ്ഞിരത്ത് മുടക്കതിൽ എന്ന തലക്കെട്ടിന് കീഴിൽ ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് അറിഞ്ഞു. അതിൽ വളരെ സന്തോഷമുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുള്ളത് പരിശുദ്ധമാറുന്ന റമദാൻ മാസത്തിന്റെ രണ്ടാമത്തെ സുദിനത്തിലാണ്. പരിശുദ്ധമാറുന്ന റമദാൻ മാസത്തെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ ഒരു മാസത്തെ മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 10, രണ്ടാമത്തെ 10, അവസാനത്തെ 10. അവ്വലുഹു മർഹമ വൗസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ആണ്. ആ 10ലാണ് നമ്മളുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് വളരെ വിശാലം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് റബ്ബിന്റെ റഹ്മത്ത്. ഈ പരിശുദ്ധമാറുന്ന റമദാനിന്റെ ആദ്യത്തെ 10-ൽ അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീമീൻ, പടച്ചവനെ എനിക്ക് നീ കരുണ ചൊരിഞ്ഞു തരണേ അല്ലാ, എനിക്ക് കരുണ ചൊരിഞ്ഞു തരണേ അല്ലാ എന്ന് ഈ 10-ൽ സദാ അള്ളാഹുവിനോട് ചോദിക്കണമെന്നാണ്. കരുണകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ കരുണയുള്ള റഹ്മാനെ എന്നർത്ഥം വരുന്ന ഇത് സദാ പറയണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വഹാബത്ത് കിറാമിനെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അള്ളാഹുവിന്റെ കരുണ വളരെ വിശാലമാണ്. കരുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദുനിയാവിൽ ജീവിച്ചു പോകാൻ പറ്റുകയുള്ളൂ. കരുണ പറ്റിപ്പോയി കഴിഞ്ഞാൽ മാതാപിതാക്കളെ മക്കൾ കൊല്ലുന്ന അവസ്ഥ, മക്കളെ മാതാപിതാക്കൾ കൊല്ലുന്ന അവസ്ഥ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കരുണയില്ലെങ്കിൽ പോകുമെന്നാണ്. അതുതന്നെയാണ് നമ്മളിപ്പോൾ വെഞ്ഞാറുമൂട്ടിൽ കണ്ട ഒരു സഹോദരൻ, 23 വയസ്സുള്ള ഒരു സഹോദരൻ കുടുംബത്തിൽ 5 പേരെ കൊലപ്പെടുത്തിയത് കരുണ ഇല്ലാത്തത് കൊണ്ടാണ്. അതിൽ വലിയ ലഹരിയും ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, കരുണ വളരെ മഹാനായ സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാല് ഞൊണ്ടി ഒരു വണ്ട് ഇങ്ങനെ പോവുകയാണ്. കാല് വളരെ ഞൊണ്ടി വണ്ട് പോവുകയാണ്. അതിന്റെ പിന്നിൽ മഹാനായ സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാം പോയി എന്നാണ്. അങ്ങനെ ആ വലിയൊരു വണ്ട്, ചെറിയ വണ്ടല്ല വലിയ വണ്ട്, അതിന്റെ കാലിങ്ങനെ ഞൊണ്ടിങ്ങനെ പോകുന്നു. അങ്ങനെ അത് കടലിന്റെ ഇടയ്ക്കിലെത്തി. കടലിന്റെ കരയിൽ നിന്നും അകത്തേക്ക് കടന്നുപോയി. അങ്ങനെ കടന്നു പോയിട്ട് പിന്നീട് തിരമാല കൊണ്ടങ്ങ് പോയി. പിന്നെ അതിനെ തിരിച്ച് കാണാൻ കഴിയുന്നില്ല, എന്താണെന്ന് അറിയില്ല. അങ്ങനെ മഹാനായ സയ്യിദുന സുലൈമാൻ നബി അലൈഹി സ്വലാം ഈ വണ്ടിനെ പ്രതീക്ഷിച്ച് അവിടെ തന്നെ നിന്നു. കുറേ നേരം കഴിഞ്ഞപ്പം ഈ വണ്ട് അവിടെ നിന്നും വരുന്നുണ്ട്. മഹാനായ സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വണ്ടിനോട് ചോദിച്ചു, നീ എവിടെ പോയതാണ്? നിന്റെ വയ്യാത്ത ഈ കാര്യം വെച്ച് നീ എവിടെയാണ് ഞൊണ്ടി? എത്രയോ വിദൂരത്ത് നിന്ന് നീ ഞൊണ്ടി, നീ കടലിന്റെ തീരത്ത് വന്ന് കടലിന്റെ തീരത്ത് നിന്ന് അപ്പുറം കിടന്ന് മറുകട കിടന്ന് നീ പോയത്, നീ എവിടെ പോയതാണ്? അപ്പോൾ മഹാനായ സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ വണ്ട് പറയുകയാണ്, എനിക്ക് അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട ഒരു ദൗത്യം, ഒരു ഡ്യൂട്ടി, അത് ഞാൻ ചെയ്യാൻ. എന്ന് വെച്ചാൽ ഈ കടലും കഴിഞ്ഞ്, ഈ കടലിന്റെ അങ്ങേ കരയും കഴിഞ്ഞ്, ഇതിന്റെ കെട്ടും പാറക്കെട്ടും ഒക്കെ കഴിഞ്ഞ് അങ്ങേ കരയിൽ ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ഒരു പുഴു അവിടെയുണ്ട്. ആ പുഴുവിന് തീറ്റ കൊടുക്കാൻ അള്ളാഹു ഏൽപ്പിച്ചത് തന്നെയാണ്. ഈ വൈകല്യമുള്ള, കാല് വയ്യാത്ത, കാല് സുഖമില്ലാത്ത എന്നെയാണ് ഏൽപ്പിച്ചത് ആ ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് വേണ്ടി. അതിന് തീറ്റയും കൊണ്ട്, ആ കരിവണ്ടിന് തീറ്റ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രത്തോളം വിദൂരത്തിൽ കാല് ഞൊണ്ടി ഇവിടെ വരികയും അതിന് തീറ്റ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് യാ സയ്യിദി ഈസാ അലൈഹിസ്സലാം എന്ന് വണ്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കടലിന്റെ അങ്ങേ അറ്റം കിടക്കുന്ന പുഴുവിന് വരെ അള്ളാഹു കരുണ ചെയ്യാമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ വിശാലം.